ബാബു അവസാനം 16/7 നിങ്ങൾ 1.5 കിലോമീറ്റർ എന്ന് പറഞ്ഞു നടക്കുന്നത്. നീൽ ടെൻഡർനെസ് ഓഫ് ശൃംഗ ജോലി ചെയ്യാൻ തുടങ്ങി. ജോലി ചെയ്യാൻ പറ്റുന്നുണ്ടോ ബാബു? ടാപ്പിംഗാ? അത് ടഫാണ്. അയ്യോ, അത് ഡൈവിംഗ് ആണ്. സ്കൂബ ഡൈവിംഗ് പോലെ അങ്ങ് ഡൈവിംഗ് ആണ്. ഓക്സിജൻ ഇല്ലെന്ന് മാത്രം. ഇദ്ദേഹത്തിന്റെ ജോലിയെ അത് ഞാൻ ഡീറ്റെയിൽസ് തന്നെ പറയാം. ഇച്ചിരി ടഫാണ്, റിസ്ക്കുമാണ്. ഇപ്പൊ എത്ര കിലോമീറ്റർ നടക്കും? ഒരു 3-4 കിലോമീറ്റർ ശരാശരി നടക്കുന്നു. വേദന ഇല്ലാതെ നടക്കും 4 കിലോമീറ്റർ? വേദനയല്ലേ. പിന്നെ നമ്മൾ ജോലി ചെയ്യാൻ കഴിഞ്ഞ് വരാൻ നേരത്തെ നമ്മുടെ ഈ ഇങ്ങനെ നല്ല ലെവലാണെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ ഇരിക്കുന്ന കസേരയ്ക്ക് ചായ വയ്ക്കുകയാണെങ്കിൽ ചെറുതായിട്ട് അത് അഫോർഡബിൾ, സഹിക്കാവുന്നല്ലേ ഉള്ളു. നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്നില്ലല്ലോ. അപ്പോൾ 4 കിലോമീറ്റേഴ്സ് വാക്കിംഗ് വിത്തൗട്ട് പെയിൻ ഇസ് ഡീസെന്റ് എനഫ്. കാരണം ഇദ്ദേഹം ഇവിടുന്ന് ഡിസ്ചാർജ് ആയത് 27/6 അപ്പം 2 മാസവും 5 ദിവസവും പോലെ നമുക്ക് 100 ഡേയ്സ് വരെ ഫോളോ അപ്പ് മതി ഡോക്ടറെ. പിന്നെ 2 മാസം കൂടുമ്പോൾ വരുമോ അങ്ങനെയൊക്കെയാണ്. 6 മാസം മരുന്ന് കഴിക്കണം. അത് എപ്പോഴെല്ലാം തിരിച്ചു വന്ന് ഇരട്ടി തിരിച്ചു വരും. അതതിൻ്റെ പ്രശ്നം. ഒരിക്കൽ കുറഞ്ഞ് കിട്ടിയ സാധനം വന്നാൽ ഇരട്ടി അങ്ങ് വരും. പിന്നെ അത് അതിനേക്കാളും ചടങ്ങാണ്. അപ്പോൾ നമുക്ക് 100 ദിവസത്തേക്ക് ഫോളോ അപ്പ് മതി. പിന്നെ അപ്പോൾ ഈ സെറ്റാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ബോണാക്ട്, ധാനോന്തര ആവർത്തി, രാസ്നാദി അർക്കം. വേറെ ഒരു ഡ്രഗില്ല. കഷായങ്ങൾക്ക് വലിയ റോളില്ല. അതാണ് തൈലവും ഈ അർക്കം എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി മഹിഷദ്രാവമാണല്ലോ ആക്ച്വലി. അപ്പം അതങ്ങനെ മതി. നടപ്പ് ഭേദമാണ്. 4 കിലോമീറ്റർ അധികം ചോദിക്കേണ്ട ആവശ്യമില്ല. മരപ്പല്ലോ ഉണ്ടോ ഇപ്പം? ചില സമയത്ത് അത്രയേ ഉള്ളൂ. അപ്പം ഇത് തന്നെ തുടരാം കേട്ടോ. മരുന്ന് മാറ്റണ്ട. ഡോക്ടറെ ഫസ്റ്റ് ഒന്ന് റേഡിയേറ്റിംഗ്. കാലിലേക്ക് ഇറങ്ങി വരുന്നുണ്ടോ വേദന? ഇല്ല. റേഡിയേറ്റിംഗ് ലെഗ് പെയിൻ ഇല്ല. നംനെസ് ഇല്ലെന്ന് പറഞ്ഞു. വാക്കിംഗ് ഡിഫിക്കൽട്ട് ഡോക്ടർ എഴുതി ഓർക്കുന്നുണ്ടോ ക്ലിനിക്കൽ നോട്ട്? അപ്പം അതെല്ലാം മൈനസ്.